നിങ്ങളോട് ലാവിക്കുട്ടി പിണക്കത്തിലാണ്, അതാണ് വീഡിയോസിലൊന്നും വരാത്തത്. 2-3 ലാവിയുടെ കുറുമ്പ് കാണിക്കുന്ന വീഡിയോസ് ഇട്ടപ്പം അതിനടിയിൽ കുറച്ച് കമൻറ്റ്സ് വന്നു. 2 അടി കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ്, താനെ അനുസരണ പഠിച്ചോളൂ എന്ന്. ഇന്ന് വരെ ലിയോ ലാവിനെ അടിച്ച് അനുസരണ പഠിപ്പിക്കണമെന്ന് നമുക്കിതുവരെ തോന്നിയിട്ടില്ല. അവർക്കൊരു ബോൺ ക്യാരക്ടർ ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉള്ളതുപോലെ തന്നെ ഇവർക്കും അവരുടേതായിട്ടുള്ളൊരു ബോൺ ക്യാരക്ടർ ഉണ്ട്. അത് അവരുടെ ജീവിതകാലം വരെ അത് അങ്ങനെ തന്നെ നിലനിർത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അടിച്ച് അനുസരണ പഠിപ്പിച്ച് നമ്മൾ പറയുമ്പോൾ ഫുഡ് കഴിക്കാവുള്ളൂ, നമ്മൾ പറയുമ്പോൾ ഇരിക്കണം, അങ്ങനത്തെ ഒരു ശീലങ്ങളും വേണ്ടാന്ന് തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലിയോ ലാവിക്ക് നമ്മൾ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ കൂടെ നടക്കാൻ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നടക്കാനുള്ള ട്രെയിനിങ്ങും പിന്നെ സിറ്റ് ഡൗൺ അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറയുന്ന സമയത്ത് അവരിപ്പോഴും അനുസരിക്കാറുമുണ്ട്. അവരിങ്ങനെ കുറുമ്പൊക്കെ കാണിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ ലൈഫിലെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ നിലനിർത്താൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇതേപോലെ തിങ്ക് ചെയ്യാത്ത വേറെ ഡോഗ് പാരൻസ് ഉണ്ട്. അവർക്ക് അവരെ സംബന്ധിച്ച് ഡോഗ്സ് വേണമെന്നുണ്ടാവും, എന്നാൽ അവർ പറയുന്നത് അതേപോലെ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി കിടക്കുന്ന ഡോഗ്സിനായിരിക്കും അവർക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത്. 2-3 കമൻറ്റ്സ് ഇങ്ങനെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ആളുകളും ലിയോ ലാവി നല്ലപോലെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്നുണ്ടെന്നുള്ളത് അവരുടെ കമൻറ്റ്സിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ സ്വന്തം ലിയോ ലാവി കാരണം ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കതൊരു വലിയ സംഭവം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഈ 2-3 കമൻറ്റ്സ് ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. എന്തായാലും കണ്ട സ്ഥിതിക്ക് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ബൈ.